അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മംസാറിൽ പുതുതായിട്ട് വരാൻ പോകുന്ന വാട്ടർ ഫേസിംഗ് പ്രൊജക്റ്റ് വന്ന സമയത്തുണ്ടായിരുന്ന ഹൈപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ലോഞ്ച് ചെയ്ത എല്ലാ യൂണിറ്റുകളും വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് യൂണിറ്റുകൾ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ. 1 ബെഡ്റൂം അവൈലബിൾ ആണ്. സെയിം സ്ക്വയർ ഫീറ്റ് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് വാട്ടർ ഫേസിംഗിൽ. പ്രൈസ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റമുണ്ട്. ഈ വരുന്ന ടവറിൽ വരാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് 950,000 ആണ്. ഏതാണ്ട് 2-2.5 കോടി ഉറുപ്പിയോളം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെയിം പേയ്മെൻറ്റ് പ്ലാൻ ആണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പേയ്മെൻറ്റ് പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30-70 ആണ് പേയ്മെൻറ്റ് പ്ലാൻ വരാൻ പോകുന്നത്. ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 95,000 ആണ് വരുന്നത്. 95,000 എന്നുള്ളത് നമുക്ക് ഒറ്റയടിക്കേണ്ടി അടക്കേണ്ട കാര്യമുള്ള 24 ലക്ഷം രൂപ INR. ഈ 24 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇതിൻ്റെ ഒരു 50% അടിക്കുക. ബാക്കി വരുന്ന 50% നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വരുന്ന ബാക്കിയുള്ളത് DLD ഫീസ് വരുന്നുണ്ട്. ഇത് എല്ലാ പ്രൊജക്റ്റിന് വരുന്നതാണ്. 20% നമുക്ക് മന്ത്ലി പേയ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. 48 ഗഡുവായിട്ട് നമുക്ക് 20% പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് മന്ത്ലി 1 ലക്ഷം മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മന്ത്ലി 1 ലക്ഷം ആർക്ക് വേണമെന്നെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. ഒരു 4,000 AED മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് ഉള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചാൻസ് മിസ്സാക്കണ്ട. അടുത്ത 4 വർഷം കൊണ്ട് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത് 190,000 AED ആണ്. അതായത് 50 ലക്ഷം രൂപയാണ് നമ്മൾ അടുത്ത 4 വർഷം കൊണ്ട് പേ ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ ഹാൻഡ് ഓവർ നമ്മുടെ കയ്യിൽ കീ കിട്ടുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത് ബാക്കി 70% ആണ്. അതായത് 1,73 ലക്ഷം രൂപയാണ് ഹാൻഡ് ഓവർ ടൈമിൽ നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഈ 70% എന്ന് പറയുന്നത്. ഇത് നമുക്ക് മോഗേജ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മോഗേജ് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഗേജിന്റെ ഡ്യൂറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 വർഷമാണ് നോർമലി മോഗേജ് പോലുള്ളത്. മന്ത്ലി EMI നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2,300 അല്ലെങ്കിൽ 2,400 AED ആണ് മന്ത്ലി പേയ്മെന്റ് വരും. അതായത് ഒരു 60,000 രൂപ. എന്തെങ്കിലും വന്നാലും വന്നില്ലെങ്കിൽ ഇതൊക്കെ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇയർലി EMI നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 27,000 AED ആണ് വരുന്നത്. അല്ലെങ്കിൽ 28 നമുക്ക് കൂട്ടാൻ പറ്റും റൗണ്ട്ലി. ഇനി ഇതിൽ വരുന്ന ഒരു പ്രധാന ഘടകമാണ് നമുക്ക് വരുന്ന ഈ റെന്റൽ എന്ന് പറയുന്നത്. ഈ റെന്റൽ EMI നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ഇതിൽ നിന്നുള്ളത്. അതായത് ഇയർലി റെന്റൽ അവിടെ അറൗണ്ട്ലി 70-80K പോകുന്നുണ്ട്. 70,000 മുതൽ 80,000 ദിർഹം വരെ ഇയർലി അവിടെ റെന്റൽ പോകുന്നുണ്ട്. അപ്പോൾ മന്ത്ലി EMIയും മന്ത്ലി റെന്റും നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എമൗണ്ട് പോക്കറ്റിൽ കൂളായിട്ട് കിട്ടും. അതായത് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കൂളായിട്ട് പോക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ EMI അടച്ചാലും ബാക്കി റെന്റൽ വന്നിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് എങ്ങനെയായാലും പോക്കറ്റിൽ ബാക്കിയായിട്ട് വരുന്നുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ആണ്. വെറുതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൽ എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക.